നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ആദിവാസി സമൂഹത്തെയാണ്. ആദിവാസി സമൂഹത്തിൽ ഒരു ഭാഗമാണ് തച്ചനാടൻ മൂപ്പന്മാർ. തച്ചനാട് എന്ന സ്ഥലത്തു നിന്ന് വന്നതുകൊണ്ടാണത്രേ തച്ചനാടൻ മൂപ്പന്മാർക്ക് ആ പേര് ലഭിച്ചത്. പ്രാകൃതമായ മലയാളമാണ് ഇവരുടെ ഭാഷ. കൂടന്മാർ എന്നാണ് ഇവരുടെ ശരിയായ പേരെന്ന് കരുതുന്നു. കർഷക തൊഴിലാളികളാണ് തച്ചനാടൻ മൂപ്പൻ ഭാഗത്തിലുള്ളവർ. അമ്പും വില്ലും ഉപയോഗിച്ച് നായാട്ട് നടത്തിയിരുന്നവരും തേനും വനവിഭവങ്ങളും ശേഖരിച്ചിരുന്നവരും തച്ചനാടൻ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട്. രണ്ട് മൂപ്പന്മാരുള്ള സമുദായമാണ് ഇവരുടേത്. പ്രധാന മൂപ്പനെ മൂത്താളി എന്നും രണ്ടാമനെ എളേരി എന്നുമാണ് ഇവർ വിളിക്കുക. ഈ ഭാഗത്തെ സർക്കാർ ആദിവാസി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു സമുദായമാണ് ഉരിടവർ. മൈസൂരിൽ നിന്ന് ഉരുണ്ടു വന്നവർ എന്ന അർത്ഥത്തിലാണത്രേ ഈ ഭാഗം ആദിവാസികൾക്ക് ഉരിടവർ എന്ന പേര് കിട്ടിയത്. മൈസൂരിനോട് ചേർന്ന് കിടക്കുന്ന വയനാടൻ പ്രദേശങ്ങളിലാണ് ഉരിടവർ താമസിക്കുന്നത്. കന്നഡയാണ് ഇവരുടെ ഭാഷ. മൈസൂറിലെ കാഡ്ഗൗഡുലു എന്ന് വിളിക്കുന്ന വർഗം തന്നെയാണ് ഉരിടവർ. ടിപ്പുവിൻ്റെ കാലത്ത് മൈസൂറിലെ ചിത്തൽദുർഗിൽ നിന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ വന്നവരാണ് ഇവർ എന്ന് കരുതപ്പെടുന്നു. സർക്കാരിൻ്റെ ആദിവാസി പട്ടികയിൽ ഉരിടവർ ഉൾപ്പെട്ടിട്ടില്ല. എണ്ണത്തിൽ ഇവർ വളരെ കുറവാണ്. ഇവർക്കിടയിൽ തന്നെ 14 വംശക്കാരുണ്ടത്രേ. ആദിവാസികളിലെ മറ്റൊരു ഭാഗമാണ് പതിയാർ. പതിയാർ എന്ന ഭാഗം 300ഓളം പേർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സമൂഹമാണ് പതിയാർ. ആകെ 300ഓളം പേർ മാത്രം. കന്നഡ കലർന്ന മലയാളമാണ് പതിയാർ സമുദായത്തിൻ്റെ ഭാഷ. മൈസൂറിലെ പുന്നാട് എന്ന സ്ഥലത്തു നിന്ന് വന്നവരത്രേ ഇവർ. പതിച്ചു കൊടുത്ത ഭൂമിയിൽ ആദ്യം താമസിച്ചവരായതുകൊണ്ടാണത്രേ അവർക്ക് പതിയാർ എന്ന പേര് വന്നത്. കേരളത്തിലെ ആദിവാസികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള സ്ഥലമാണ് അട്ടപ്പാടി. ആഫ്രിക്കയായ വയനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് അട്ടപ്പാടിയിലാണ്. ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങളിൽ 80% ആദിവാസികളായിരുന്നു. എന്നാൽ വൈകാതെ അട്ടപ്പാടി കുടിയേറ്റക്കാരുടെ കേന്ദ്രമായി മാറി. മണ്ണിൻ്റെ മക്കളായ ആദിവാസികൾ അവരുടെ എണ്ണം അട്ടപ്പാടിയിൽ കാര്യമായി കുറഞ്ഞു. അപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഈ വനപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1200 മുതൽ 3000 അടി വരെ ഉയർന്നു കിടക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അട്ടപ്പാടി താഴ്വര മുഴുവൻ ആദിവാസികളുടെ സ്വന്തമായിരുന്നു. പിന്നീട് സർക്കാർ വനമേറ്റെടുത്തതോടുകൂടി ഇവർ കാടിറങ്ങി. കുറുമ്പർ, ഇരുളർ, ഇരുളൻ, മുടുകർ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ. മുതുവാൻ, മുടുവൻ എന്നീ പേരുകളിൽ മുടുകർ അറിയപ്പെടുന്നു. അട്ടപ്പാടിയോട് ചേർന്ന് കിടക്കുന്ന നീലഗിരിയിലും ഈ 3 ആദിവാസി വർഗക്കാരുണ്ട്. അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ക്ഷേമത്തിന് രൂപീകരിച്ച സംഘടനയാണ് അഹഡാസ്. 1996 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. പ്രകൃതി സംരക്ഷണവും ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. കേരള സർക്കാരിൻ്റെയും ജപ്പാൻ്റെയും ധനസഹായത്തോടെയാണ് ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത്. കുറുമ്പർ വനവിഭവങ്ങൾ ശേഖരിച്ച് ചെറിയ തോതിൽ കൃഷി ചെയ്ത് വന്നിരുന്ന ആദിവാസി സമൂഹമാണ് കുറുമ്പർ. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഗോത്രവർഗ്ഗക്കാരിലൊന്നാണ് കുറുമ്പർ എന്ന് കരുതപ്പെടുന്നു. കുറുമ്പർ സാംസ്കാരികമായി ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ആദിവാസി ഗോത്രഭാഗമാണ്. മുടുകർ അട്ടപ്പാടിയിൽ പ്രധാനമായും കണ്ടുവരുന്നവരാണ് മുടുകർ. വാളയാർ കാടുകളിലും മുടുകർ ഭാഗത്തിലുള്ള ആദിവാസികളെ കാണാം. അഗളി,
പരൂർ എന്നീ സ്ഥലങ്ങളിലാണ് മുടുകർ അധികമുള്ളത്. കാട്ടിൽ ചത്തുകിടക്കുന്ന മൃഗത്തിൻ്റെ മാംസം ഉൾപ്പെടെ എല്ലാം അവർ ഭക്ഷിക്കും. പ്രാകൃത തമിഴാണ് ഇവരുടെ ഭാഷ. വയനാട്ടിലെ ഊരാളക്കുറുമരുമായി മുടുകർക്ക് സാമ്യമുണ്ട്. അവർ തമ്മിൽ വിവാഹവും ചെയ്യാറുണ്ട്. നായാട്ടാണ് ഇവരുടെ വിനോദം. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഊരാളക്കുറുമർ ആരാധിക്കാറുണ്ട്. മറ്റൊരു വിഭാഗമാണ് ഇരുളർ. ഇവർ അറിയപ്പെടുന്നത് കറുത്ത മുത്തുകൾ എന്ന പേരിലാണ്. അട്ടപ്പാടി താഴ്വരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിരിവർഗമാണ് ഇരുളർ. ഇരുണ്ട നിറമുള്ളവരായതുകൊണ്ടാണ് ഇവർക്ക് ഇരുളർ എന്ന പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു. അട്ടപ്പാടിയിൽ ഇവരുടെ ജനസംഖ്യ 15,000-ഓളം വരും. കന്നഡ കലർന്ന പ്രാകൃത തമിഴാണ് ഇരുളർ സമുദായത്തിൻ്റെ ഭാഷ. പണ്ട് ഇവർ മുടി വെട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചിലരൊക്കെ മുടി വെട്ടും. മൃഗങ്ങളുടെ തുകൽ കൊത്തിയുണ്ടാക്കിയ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഇന്നവർ ഏറെ പുരോഗമിച്ചു കഴിഞ്ഞു. പണിയർ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള ആദിവാസി വർഗം ഇരുളരാണ്. 1957 റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ ഇരുളരുടെ ഒരു സംഘത്തെ ഡൽഹിയിൽ കൊണ്ടുപോയിരുന്നു. അവർ ഡൽഹിയിലെ തെരുവുകളിൽ അവരുടെ തനത് നൃത്തരൂപമായ ഏലേലം കരടി നൃത്തം അവതരിപ്പിച്ചു. നെല്ലിയാമ്പതി മലകളിലും കേരളത്തിനകത്തുള്ള മൈസൂർ കാടുകളിലും അടുത്തുള്ള ഇരുളരെ കാണാം. കേരളത്തിനടുത്തുള്ള മൈസൂർ കാടുകളിലും ഇരുളർ സമുദായത്തിലുള്ള ആദിവാസികളെ കാണാം. മൈസൂറിൽ ഇവർ അറിയപ്പെടുന്നത് ഇരുളിഗർ എന്ന പേരിലാണ്. ഗുഹയിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട് ആദിവാസി സമൂഹത്തിൽ. താമസം കൊടുങ്കാറ്റിലെ ഇരുളടഞ്ഞ പാറപ്പൊത്തുകളിൽ. കാറ്റും മഴയും മഞ്ഞും വെയിലുമൊന്നും പ്രശ്നമേ അല്ല. വിശപ്പ് മാറ്റാൻ കാട്ടുകിഴങ്ങുകൾ മാന്തി തിന്നും. കന്നഡയും തമിഴും തെലുങ്കും മലയാളവും പിന്നെ പലതരം ശബ്ദങ്ങളും ഇടകലർന്ന ഭാഷയാണ് ഗുഹയിൽ താമസിക്കുന്ന ഈ മനുഷ്യർ സംസാരിക്കുന്നത്. വിചിത്രമായ രീതിയിൽ ഏറെക്കാലം ജീവിച്ചു പോന്ന ഈ വെളുത്ത ആദിവാസികൾ ചോലനായ്ക്കന്മാർ എന്നറിയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയിലുള്ള മാഞ്ചേരി മലയിലാണ് ഇവരുടെ താമസം. ഇന്ന് ചോലനായ്ക്കരുടെ സ്ഥിതി ഏറെ മെച്ചപ്പെട്ടു. ഗുഹകൾ വിട്ട് വനത്തിന് നടുവിൽ സർക്കാർ സഹായത്തോടെ നിർമ്മിച്ച കോളനികളിലാണ് ഇപ്പോൾ അവരുടെ താമസം. അവർക്ക് റേഷൻ കാർഡുകൾ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ പേരും ചേർക്കപ്പെട്ടു. നിലമ്പൂരിൽ 1980 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇവർ ആദ്യമായി വോട്ടും രേഖപ്പെടുത്തി. ഇപ്പോൾ ചോലനായ്ക്കർ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ ന്യായമായ തുക നൽകി ഗിരിജൻ സഹകരണ സംഘങ്ങൾ വാങ്ങുന്നുണ്ട്. ഇത് കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.